35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂരിൽ ഉജ്ജ്വല പ്രകടനം. CITU ചേലക്കര ഏരിയ സെക്രട്ടറി EN വാസുദേവൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ, ബില്ലുകളാണ് പല കാലഘട്ടങ്ങളിലും രക്തം ചിന്തി രക്തസാക്ഷികളായി ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പല തൊഴിൽ നിയമങ്ങളും 29ഓളം വരുന്ന തൊഴിൽ നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് ചർച്ച പോലും കൂടാതെ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് AITUC മണ്ഡലം സെക്രട്ടറി KS സുകുമാരൻ അധ്യക്ഷനായിരുന്നു. CITU മേഖലാ കൺവീനർ NE പരമേശ്വരൻ, ഫാം വർക്കേഴ്സ് യൂണിയൻ CITU യൂണിറ്റ് പ്രസിഡന്റ് ശോഭന രാജൻ, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം P ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഏരിയ ട്രഷറർ AB നൌഷാദ്, MK ജോസ്, CG ബിജു പഴയന്നൂർ, ജിബു കോടത്തൂർ, NV നാരായണൻകുട്ടി, KM അസീസ്, KP ശ്രീജയൻ, AB നൌഫൽ, N ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ജീവനക്കാർ ഇന്ന് പണിമുടക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലാകമാനം 25 കോടിയിലധികം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തൊരു തൊഴിൽ നിയമം നിലനിൽക്കും തന്നെ ആ നിയമങ്ങളെയെല്ലാം തന്നെ ഇല്ലാതാക്കി എല്ലാ തൊഴിൽ നിയമങ്ങളെയും 4 ബാർകോഡുകളാക്കി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അത് മാത്രവുമല്ല ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തൊഴിൽ മേഖലയിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. CCV ന്യൂസ്, പഴയന്നൂർ.